പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യുകെയിലെ മാഞ്ചസ്റ്ററിൽ നിന്നും വെയിൽസിലേക്ക് പോകുന്ന യാത്രയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ വെയിൽസ് ചെന്നിട്ട് അവിടെ നമ്മൾ ടെൻബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അതിമനോഹരമായ ബീച്ചൊക്കെ ഉള്ളൊരു സിറ്റിയിൽ പോകുന്നുണ്ട്. അപ്പം ടൗണിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കാഴ്ചകളും ഇത് രണ്ടുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇവിടെ മാഞ്ചസ്റ്റർ കോച്ച് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവിടുന്ന് നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ്സിന് കയറിയിട്ട് ബിർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെ വേറെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ബസ്സാണ് വെയിൽസിലോട്ട് പോകുന്നത്. അപ്പം വെയിൽസിലെ സ്വാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. അപ്പം ഞാൻ ബസ്സിൽ കയറി. ഇവിടുന്ന് ഉച്ചയ്ക്ക് 12:30ക്കാണ് ഈ ബസ്. 12:30ക്ക് എടുത്ത് ഒരു 3:30 ആകുമ്പോഴത്തേക്കാണ് ഇത് ബിർമിംഗ്ഹാം സ്റ്റേഷനിലെത്തുന്നത്. അപ്പം നമ്മളിപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ പുറത്തുകൂടി പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ രാജ്യങ്ങളുടെ ഫ്ലാഗൊക്കെ വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗും കാണാം. മാഞ്ചസ്റ്ററിൽ നിന്ന് എടുത്തിട്ട് പിന്നെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ് അടുത്ത സ്റ്റോപ്പ്. പിന്നെ അത് കഴിഞ്ഞ് ഡയറക്റ്റ് ബിർമിംഗ്ഹാമിലേക്കാണ് പോകുന്നത്. അപ്പം കറക്റ്റ് 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ബിർമിംഗ്ഹാമിൽ വന്നെത്തി. ഈ ബസ്സിനാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്തു വന്നത്. ബിർമിംഗ്ഹാമിൽ നിന്ന് ഇനി സ്വാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള എൻ്റെ ബസ്സിന് 4:30ക്കാണ്. ഞാൻ 3:30 ആയപ്പോഴത്തേക്ക് ഇവിടെ വന്നിറങ്ങി. അപ്പോൾ ഞാൻ അവിടെ ഒരു അടിപൊളി കത്തീഡ്രൽ കണ്ടു, ഒരു പള്ളി. അപ്പം നമ്മൾ അങ്ങോട്ട് അതൊന്ന് പോയി ജസ്റ്റ് കണ്ടിട്ട് വരാം, അതിനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ചന്തയൊക്കെ കാണാം. പാകിസ്ഥാനികളുടെയൊക്കെ മെയിനായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം അവരാണ് മൊത്തം അവിടെ എല്ലാം വിൽക്കുകയും പുറത്തൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പള്ളിയുടെ അടുത്തെത്തി. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു വലിയൊരു മാള് കാണാൻ പറ്റും. അപ്പോൾ ഈ പള്ളിയുടെ പേര് സെൻറ്റ് മാർട്ടിൻസ് ചർച്ച് എന്നാണ്. 13-ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെ പള്ളികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിന് മുന്നേ ഉണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു. ഇപ്പോൾ കാണുന്ന ഈ പള്ളി പുതുക്കി പണിതത് 1863-ലാണ്. അപ്പോൾ നമുക്ക് പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പള്ളിയുടെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നല്ല ആംബിയൻസ് ഉള്ളൊരു പള്ളിയാണ്. നല്ല ലൈറ്റായിട്ട് മ്യൂസിക്കൊക്കെ വെച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഏതായാലും ഇനിയിപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവുകയാണ്. അപ്പോൾ പള്ളിയുടെ പുറത്തുനിന്നുള്ള കാഴ്ച ഭയങ്കര ഒരു വലിയ പള്ളിയാണ്. അതിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ പേര് ബുൾറിംഗ് ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. മെയിൻ ഒരു സിറ്റി സെൻ്ററാണെന്നാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ കയറാൻ നിന്നില്ല. ഞാൻ പതുക്കെ തിരിച്ച് സ്റ്റേഷൻ അങ്ങോട്ട് വന്ന് വിചാരിച്ചു. അത്യാവശ്യം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. അത് കഴിയുമ്പോഴത്തേക്ക് ബസ് കയറി. അപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് കഴിഞ്ഞ് ബസ്സിൽ കയറി നമ്മൾ വെയിൽസിലെ സ്വാൻസി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഈ ബസ്സിന് കുറച്ചധികം സ്റ്റോപ്പൊക്കെ ഉണ്ട്. വെയിൽസിൻ്റെ ക്യാപിറ്റലായ കാർഡിഫിലൊക്കെ ഇന്ന് സ്റ്റോപ്പുണ്ട്. അവിടെ കയറി കുറച്ച് ലേറ്റായിട്ടേ ബസ് അവിടെ എത്തുള്ളൂ. ഏകദേശം 8:45 ആവും. അപ്പം ഞാനിപ്പോൾ 4:30ക്കാണ് ഇവിടുന്ന് കയറിയത്. ഏകദേശം ഒരു 8:45 ആകുമ്പോഴത്തേക്കും സ്വാൻസി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ യുകെയിൽ ബസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചീപ്പായിട്ടാണ് ബസ്സിന് ടിക്കറ്റ് കിട്ടുന്നത്. പക്ഷേ ട്രെയിൻ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഞാൻ ഈ വെയിൽസിലേക്ക് പോകുന്നതിന് എനിക്ക് മാഞ്ചസ്റ്ററിൽ നിന്ന് ബസ്സിനായത് ഏകദേശം ഒരു 18 പൗണ്ട് ആയിട്ടുള്ളൂ. പക്ഷേ സമയം കൂടുതലെടുക്കും നമുക്ക് യാത്ര ചെയ്യാൻ. ഏകദേശം 7-8 മണിക്കൂർ എടുക്കുമല്ലോ നമ്മൾ വെയിൽസിലെത്താൻ വേണ്ടി. പക്ഷേ തിരിച്ച് ഞാൻ ട്രെയിനിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. 65 പൗണ്ട് കണ്ടായിരുന്നു ടിക്കറ്റിന്. പക്ഷേ ഒരു 4 മണിക്കൂർ കൊണ്ട് നമ്മൾ മാഞ്ചസ്റ്ററിലെത്തും. അപ്പോൾ നമ്മളിപ്പം വെയിൽസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള കാർഡിഫിലോട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് പുറത്ത് നല്ല അടിപൊളി ബിൽഡിങ്സ് ഒക്കെ കാണാം. ഒരു ഭംഗിയുള്ളൊരു സ്ഥലങ്ങളൊക്കെയാണ്. ബസ് ഇപ്പോൾ ഏതൊരു ഇടവഴി കൂടെയൊക്കെ കയറി ടൗൺ സെൻറ്റർ പോലത്തെ സിറ്റി സെൻറ്ററിലോട്ട് കയറുന്നു. ബസ്സിലുണ്ടായിരുന്ന ഒരു 80% ആൾക്കാരും ഈ കാർഡിഫ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ ബസ്സിൽ. ഇപ്പോൾ നമുക്കിവിടെ ഒരു കാർഡിഫ് ഫുട്ബോൾ ക്ലബിൻ്റെ ഒരു വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണാം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് വെയിൽസിലോട്ടൊക്കെ വരുന്നത്. അപ്പം ഈ കാഴ്ചകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്കിവിടെ സിറ്റി ഹാൾ എന്ന് പറഞ്ഞിട്ട് സിറ്റി ഹാൾ കാർഡിഫ് എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ബിൽഡിംഗ് ആണ്. അത്യാവശ്യം ഒരു പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. ഞാൻ ഇങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഒരു 1906 ആ ഒരു സമയത്തൊക്കെ പണി കഴിപ്പിച്ച ഒരു ബിൽഡിംഗ് ആണിത്. അപ്പം കാർഡിഫ് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇനി സ്വാൻസിക്കും ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അപ്പോൾ പതുക്കെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. അവിടെ നല്ല കളറിൽ ഇങ്ങനെ വെട്ടമൊക്കെ അടിക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഭംഗി. കാരണം ഇവിടെ മൊത്തം പച്ചപ്പുല്ല് പോലത്തെ ഇങ്ങനെ പാടങ്ങൾ, അവിടെ വിൻഡ് മില്ല്, അതിൻ്റെ കൂടെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാനാകുമ്പോൾ വേറൊരു ഓറഞ്ച് കളറിൽ വെട്ടം കൊണ്ട് അടിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഭംഗി. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് സ്വാൻസയിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ഡ്രൈവിൻ്റെ ദൂരത്തിൽ എൻ്റെ ഒരു കസിൻ ചേട്ടൻ ആൻഡ് ഫാമിലി അവിടെയുണ്ട്. അപ്പം അവരെയൊക്കെ കാണാനൊക്കെ ആയിട്ട് പോവാണ്. അവരുടെ കൂടെയാണ് നാളെ ഞാൻ ഈ ടെൻബി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് കറങ്ങാനൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബസ് ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്വാൻസി എത്തിയപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. 8:30 എത്തുമെന്ന് പറഞ്ഞിട്ട് 8:40 എത്തുന്നുണ്ട്. ഇപ്പം തന്നെ 9:10 ഇതുവരെ സ്റ്റോപ്പിലെത്തിയിട്ടില്ല. ബസ്സായിരിക്കും വിചാരിക്കുന്നു.
അപ്പോൾ ഞാൻ സാൻസെ വന്നിറങ്ങിയപ്പോഴത്തേക്ക് 9:20 40 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ബസ് വന്നത്. അപ്പോൾ ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ചേട്ടൻ്റെ പിള്ളേർ എൻ്റെ നീസസ് എന്നെ കൂട്ടാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കാറുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പം കാറിന് കയറിയിട്ട് നേരെ അവരുടെ വീട്ടിലോട്ട് വന്നു. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചാണ് പോകുന്നത്, കാരണം ഒരു 9 മണിക്കൂറായിട്ട് ഞാനിങ്ങനെ ബസ്സിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവരുടെ വീട്ടിലെത്തി. ഇനിയിപ്പം ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പോയി കിടക്കുന്നു. അപ്പോൾ നമ്മൾ നാളെ യാത്ര പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എണീറ്റ് പരിപാടിയൊക്കെ തീർത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ തന്നെ നമ്മളൊരു 8:30-9 മണിയായപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഞാൻ പറഞ്ഞ പോലെ വെയിൽസിൽ തന്നെയുള്ള ടെൻബി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പം പോകുന്ന വഴിക്കൊക്കെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വെയിൽസിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, നോർത്ത് വെയിൽസും സൗത്ത് വെയിൽസും. ഇതിപ്പം നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് വെയിൽസിലാണ്. അപ്പോൾ സൗത്ത് വെയിൽസിൽ ഈ കാർഡിഫും സ്വാൻസിയൊക്കെയാണ് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. പക്ഷെ നമ്മൾ അതും ആരും പോയിട്ടില്ലാത്തൊരു പുതിയ ഡെസ്റ്റിനേഷൻ ഇവർ കണ്ടുപിടിച്ച് എന്നിട്ട് ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പോകുന്നു. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് മെയിൻ റോഡിൽ നിന്ന് ഒരു ഡൈവേർഷനൊക്കെ എടുത്തിട്ട് ചെറിയ ഇടുങ്ങിയ വഴി കൂടെയൊക്കെ പോകുക, കാരണം നമുക്ക് കൂടുതൽ സ്ഥലങ്ങളും കൂടുതൽ ഇതിലെ പോയൊരു അടിപൊളി ലൊക്കേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഈ വഴി ചൂസ് ചെയ്ത് ഇതിലേ പോകുന്നു. ഇപ്പോൾ പോകുന്ന ഈ വഴി നിങ്ങൾക്ക് കാണുന്ന പോലെ ഭയങ്കര ഇടുങ്ങിയൊരു വഴിയാണ്, പക്ഷേ ഒരു നല്ല ഭംഗിയാണ് ഇതിൽ പോകുക. നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ പോകുന്നിടത്തൊരു ഫീലാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ വഴി ചൂസ് ചെയ്തല്ലോ, അതിലെ കയറി അങ്ങ് മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അടിപൊളി സ്ഥലത്തേക്കാണ് വന്ന് കയറുന്നത്. നല്ല മൈതാനം, നല്ല പുല്ല് ഇങ്ങനെ നിൽക്കുന്ന വലിയ ചെറിയ മുട്ടക്കുന്നുകൾ പോലത്തെ ഏരിയ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കാറ് കൊണ്ടുവന്നു. ഒരു പ്രത്യേക ഭംഗി. അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് കുറച്ച് വിൻഡ്മിൽസ് ഒക്കെ കാണാം. ഇതൊരു ഫാം ലാൻഡാണ്. അപ്പം ഈ ഫാം ഏരിയയിൽ കുറേ ആടുകളും ചെമ്മരിയാടുകളൊക്കെ നമുക്ക് കാണാം. എനിക്ക് ഈ സ്ഥലമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം ഇങ്ങനെ ഫുൾ പുൽമേടുകളും അതിൻ്റെ ഇടയ്ക്ക് അത്ര അധികം ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മുമ്പിലേക്ക് ഒരു കൂട്ടം ചെമ്മരിയാടുകൾ വന്നു. അപ്പോൾ നമ്മൾ അതിനെയൊക്കെ കണ്ട് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വണ്ടിയൊന്നും അതുങ്ങളെ മുട്ടാണ്ടൊക്കെ പോകാനും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആടുകളൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങ് അയച്ചു വിട്ടേക്കുക. നിങ്ങൾക്ക് എനിക്കൊന്നും വീടും ഇതൊന്നുമില്ല, ചുമ്മാ അയച്ചു വിട്ടിട്ട് അതിനുള്ള ദേഹത്ത് എന്തോ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നല്ല അടിപൊളി സീനിക് റൂട്ടിൽ കൂടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് നമ്മൾ മെയിൻ റോഡിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ കാണാം. ചുറ്റും നല്ല റോഡൊക്കെ ചെത്തി ഒരുക്കിയിരിക്കുന്നതും ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു പ്രത്യേക വഴി കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ യൂത്ത് വന്നപ്പോൾ എനിക്കിങ്ങനെ കൺട്രി സൈഡിൽ കൂടെ ഒന്നും അധികം പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. ഫുള്ള് സിറ്റി കൂടെയുള്ള കറക്കമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ അതിൻ്റെ വിഷമം അങ്ങ് തീർത്ത് നമ്മൾ ഫുള്ള് എല്ലായിടത്തുകൂടി മാക്സിമം കറങ്ങി കണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ ടെൻബി എന്ന് പറയുന്ന നഗരത്തിലെത്തിയിരിക്കുകയാണ്. ടെൻബി എന്ന് പറയുന്ന ഒരു കടൽ തീര ടൗണാണ്. ഇതിനെ ഭയങ്കര ഫേമസ് ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ കളർഫുള്ളായിട്ടുള്ള ബിൽഡിങ്, പിന്നെ ഒരു ചെറിയ കുന്നിൻ്റെ മേളിൽ നിൽക്കുന്ന പോലത്തെ ഒരു ടൗണാണ്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു അടിപൊളി ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ബീച്ചിലൂടെയൊക്കെ നടക്കാനൊക്കെ ആയിട്ടും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോവുകയാണ്. ഒത്തിരി ആൾക്കാർ അതിലുണ്ട്, പക്ഷെ ഭയങ്കര തിരക്കൊന്നുമില്ല, ഭയങ്കര ക്രൗഡൊന്നുമല്ല. അത്യാവശ്യം ആൾക്കാർ അതിലേക്ക് ആയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഒരു 12ാം നൂറ്റാണ്ടിലെങ്ങാണ്ട് ഈ ടൗണിനെ ചുറ്റി ഒരു കോട്ടമതിലൊക്കെ പണിതിരുന്നു. പണ്ടത്തെ ഒരു കാസിലൊക്കെ ഇവിടെ ഉണ്ട്, അതെല്ലാം തകർന്നു പോയി. പക്ഷേ അതിൻ്റെ കുറേ അവശേഷിപ്പുകൾ നമുക്ക് അതിലേക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം നടന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ ഇതിൻ്റെ സിറ്റി വാൾസ് കാണാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് 1270കളിൽ പണിതതാണ് ഈ കോട്ടമതിൽ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 11ാം നൂറ്റാണ്ടിൽ നോർമൻസ് പിടിച്ചടക്കിയപ്പം അവരത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള യുദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ ആയിട്ട് പണിതാന്നൊക്കെ പറഞ്ഞ് കുറേ ചരിത്രമുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഇപ്പോൾ അതെല്ലാം ഏകദേശം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്ന പോലെയൊക്കെ, എന്നാലും കുറേ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. താനും അവിടെയൊക്കെ കുറേ കടകളും മറ്റു സംഭവങ്ങളുണ്ട്. നമ്മളപ്പോൾ അതിൻ്റെ സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ഇഷ്ടംപോലെ കടകൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള 5 ആർച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. കോട്ടയ്ക്കുള്ളിലേക്ക് കയറുന്ന ഒരു പ്രധാന കവാടമായിരുന്നത് ഇതിന് 5 ആർച്ചുകളുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിന് 5 ആർച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അടിപൊളി നിർമ്മിതിയാണ്. അപ്പം ഞങ്ങൾ ആ കോട്ടമതിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നു. ഒരു അടിപൊളി വിൻറ്റേജ് സാധനം, നല്ല ഒരു പഴമയുണ്ട്, നല്ലൊരു ഭംഗി. എത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചുറ്റും നടന്ന് കുറേ ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടു.
പിന്നെ ഈ കോട്ടമതിലിൻ്റെ ഉള്ളിലാണ് ഈ ബിൽഡിങ്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെ പുതിയത് പണിതാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഈ കുറേ ബിൽഡിങ്സ്, അതായത് കുറേ റെസ്റ്റോറൻറ്റ്, സ്റ്റേക്കുള്ള സ്ഥലങ്ങൾ, സോവിനർ വിൽക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്സിൻ്റെ കളറാണ്, പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ ഇവിടെ ആൾക്കാർക്ക് സ്റ്റേക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ കോട്ടേജസും അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെയാണ്. പക്ഷേ ഇതിന് കളർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര ഒരു അടിപൊളിയായിട്ടാണ്. എനിക്കൊന്നും ഇവിടെ എന്തെങ്കിലും അങ്ങനെ കോഡ് കൊടുക്കണമെന്നുണ്ടോ, വലിയ മുനിസിപ്പാലിറ്റിയുടെ വലിയ നിയമം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ലൈറ്റ് ആയിട്ട് ഈ ബ്ലൂ, ഗ്രീൻ, യെല്ലോ അങ്ങനെ പല കളറിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ടൗൺ കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ്. നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര ഒരു കുളിർമ നൽകുന്ന പോലത്തെ ഒരു കാഴ്ചയാണിത്. അപ്പം ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടക്കുന്നു. അപ്പം ഇതിൻ്റെ അടുത്ത് ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ അടുത്തൊരു വേറൊരു ഐലൻഡ് ഉണ്ട്. ഐലൻഡിനെ കാണാൻ പോകും. ഐലൻഡിലോട്ട് പോകുന്ന ബോട്ടിംഗ് ഉണ്ട്, ഐലൻഡിനെ കാണാൻ പോകുന്ന ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ പലതരം ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിൻ്റെ അവിടെ പോയിട്ട് ബോട്ടിങ്ങിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഇനിയിപ്പോൾ 2:30ക്കാണ് ബോട്ടിങ് തുടങ്ങുന്നത്. 1 മണിക്കൂറത്തെ സമയമാണ്, 1.5 മണിക്കൂറാണ് സമയം പറയുന്നത്. അപ്പം നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നാൽ മതി. ഇപ്പോൾ സമയം ഏകദേശം 1:30 ആയിട്ടേ ഉള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടി കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. ഈ കുന്ന് കയറി മുകളിലോട്ട് പോകുമ്പോഴാണ് അവിടെ കാസിലുണ്ടായിരുന്നു, നമ്മുടെ 10B കാസിൽ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഏകദേശം എല്ലാം പൊളിഞ്ഞ് വീണു. പക്ഷേ അതിൻ്റെ കുറച്ച് സ്മാരകങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദൂരത്തായിട്ട് ആ കല്ലിൻ്റെ മുകളിൽ കാണുന്നതാണ് സെൻറ്റ് കാതറിൻസ് ഐലൻഡ് ആൻഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയനെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കയറി 5 പൗണ്ട് ടിക്കറ്റ് എടുക്കണം. പക്ഷേ സമയം കിട്ടുവാണെങ്കിൽ കയറണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു. നല്ല ഒരു അടിപൊളി ആയിട്ടാണ് കണ്ടിട്ട് തോന്നിയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുന്നു. ബോട്ടിങ്ങിന് നമുക്ക് ഒരാൾക്ക് 10 പൗണ്ട് വെച്ചും കണ്ടാണ് ആകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ആ മുകളിൽ കാണുന്നതാണ് ഫോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. കാരണം ഈ കടലിൽ നിന്ന് കൊള്ളക്കാരൊക്കെ വരുമ്പോൾ എല്ലാം ആക്രമിക്കാൻ വരുന്നവരെ നോക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ ബിൽഡിങ്സ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു നല്ലൊരു പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പിലാക്കി ഇട്ടിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഉള്ളത്, ഒരു അടിപൊളി വ്യൂ. അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബോട്ടിങ്ങിന് പോകാനായിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ബീച്ചിൻ്റെ ഇവിടെ ബോട്ടിങ്ങിന് പോകാനുള്ള ആൾക്കാർ ക്യൂ ആയിട്ട് നിൽക്കുന്നു. അപ്പം നമ്മളും ക്യൂവിൻ്റെ പുറകെ വന്ന് നിന്നു. അപ്പം ഇവിടെ ഈ ഡോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രാക്ടർ വെച്ച് അവർ ജസ്റ്റ് ഇങ്ങനെ ആ വണ്ടി പുറകോട്ട് കൊണ്ടിട്ടിട്ട് ഇങ്ങനെ നടക്കാനുള്ള ഡോക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. മൊബൈൽ ഡോക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറിയിരുന്നു. ഇനിയിപ്പം നമ്മൾ ബോട്ടിങ്ങിനായിട്ട് പോവാണ്. 1.5 മണിക്കൂർ നമുക്ക് ബോട്ടിങ് ഉണ്ട്. കുറേ കാഴ്ചകളൊക്കെ ഇവർ നമ്മളെ കടലിലോട്ട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറേ പേര് പെഡലിംഗ് ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ബോട്ടിങ് പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ടൗൺ, ആ ഒരു 10B എന്ന് പറഞ്ഞ സിറ്റിയുടെ ഇങ്ങനെ നമ്മൾ കടലിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു മൊത്തം വ്യൂ കാണാം. അല്ലാണ്ട് നമുക്കിങ്ങനെ ഇതേപോലെ വ്യൂ ഒന്നും കിട്ടത്തില്ല കാണാനായിട്ട്. പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ കടലിലോട്ട് വരുമ്പോഴത്തേക്കും ആ ഫോർട്ടിൻ്റെയും എല്ലാ കാഴ്ചകളും നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. അപ്പോൾ നമ്മളിപ്പം കാഡ്ലെ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡിൻ്റെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഐലൻഡിൽ ഇറങ്ങത്തില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഒക്കെ കാണിക്കാനായിട്ട് ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ബോട്ട് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കടലിലൂടെ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്നു. അങ്ങ് ദൂരത്തായിട്ട് നമുക്ക് 10B തന്നെ വേറൊരു ഭാഗം കാണാം. ഗിൽറ്റാർ പോയിന്റ് എന്നൊക്കെയാണ് ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടത്. ഇങ്ങോട്ട് നടന്നൊക്കെ നമുക്ക് വേണേൽ വന്ന് കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ നമ്മളിങ്ങനെ ഈ ബോട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റുന്നത്. ഞാൻ നോക്കിയപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വലിയ പാറക്കല്ലുകളാണ്. ആ പാറക്കല്ലുകളും പിന്നെ ഈ കടലും ഇതെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയായിട്ട് വരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ബോട്ടിൻ്റെ മുകളിലിരുന്ന കാഴ്ചകളൊക്കെ കണ്ട് ചുറ്റും ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കാണാനായിട്ട്. കുറേ ഐലൻഡുകളും മറ്റൊക്കെ കാണാം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആൾക്കാർ എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ബോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ്, എന്ത് സംഭവമാണ്, എന്താണ് അതിൻ്റെ പേര്, എത്ര കൊല്ലം പഴക്കമുണ്ട്, അങ്ങനെ ആൾതാമസം ഉണ്ടായിരുന്ന സംഭവത്തെയും അതിൻ്റെ ചിലതിൻ്റെ അകത്തൊക്കെ ചില ബിൽഡിങ്സ് ഒക്കെ കാണാമായിരുന്നു നമുക്ക്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ഇങ്ങനെ ഗൈഡ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് അതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കാൾഡെ ഐലൻഡ്. നമ്മൾ വേറൊരു ടൈപ്പ് പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും, പിന്നെ നമ്മൾ പിന്നെ വന്ന് പിക്കപ്പ് ചെയ്യും, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ടൗണും ചോക്ലേറ്റ് ഫാക്ടറിയും പിന്നെ ചർച്ചും കാര്യങ്ങളും മറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറേ ആൾക്കാർ അവിടെ ബീച്ച് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇവിടെ അതിൻ്റെ വേറൊരു ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു ഭയങ്കര പാറക്കെട്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവരിൻ്റെ തൊട്ടടുത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇവിടെ കുറേ സീ ലയൺസ് അഥവാ സീൽ എന്ന് പറയുന്ന ജീവിയില്ലേ, ഇപ്പം ഞാൻ മലയാളത്തിൽ ഗൂഗിൾ നോക്കിയപ്പം കടൽ നായ,
മുദ്രമൃഗം എന്നൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ആ ജീവികൾ അവിടെ കുറേ വെള്ളത്തിൽ തലപൊക്കി കിടക്കുന്നത് കാണാം. അപ്പോൾ അതിനെ കാണാനായിട്ട് അവർ കുറച്ചുകൂടി ബോട്ട് നമ്മുടെ ഈ കല്ലിൻ്റെ അടുത്തോട്ടൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അത് വേറൊരു നമുക്ക് അങ്ങനത്തെ ഒരു കാഴ്ചയും കൂടെ കാണാൻ പറ്റി. അങ്ങനെ 1 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കറക്കിയതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കരയിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു ഒരു ഗുഹയൊക്കെ നമുക്ക് കാണാം ഒരു കല്ലിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അപ്പുറത്തും അതിൻ്റെ ഏരിയ ഒക്കെ കാണാം. അപ്പോൾ നമ്മൾ ബോട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ കരയിൽ വന്നിറങ്ങി. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പോഴത്തേക്ക് 4 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ സെൻറ്റ് കാതറിൻസ് ആ ഫോർട്ട് ആൻഡ് ഐലൻഡിൽ അവിടെ പോകുന്നില്ല, കാരണം അതിനുള്ള സമയമില്ല, നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് എന്തെങ്കിലും ജസ്റ്റ് കഴിച്ചിട്ട് ഇനിയിപ്പം തിരിച്ചു പോകാമെന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഗ്രെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ കയറിയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു ജസ്റ്റ്. അത് ഇനിയിപ്പോൾ നമ്മൾ തിരിക്കാൻ 5 മണിയൊക്കെ ആയി സമയം. പിന്നെ നമുക്കൊരു 1.5-2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം. ബൈ.